Hey guys, hey guys, it's Sandra. ഞാൻ കുറേ നാളായിട്ട് ബബിൾ ടീ കുടിക്കണം എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷേ ലോക്കലി അത് അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ കരുതി നമുക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ടപ്പിയോക്ക സ്റ്റാർച്ച് അല്ലെങ്കിൽ ടപ്പിയോക്ക പേൾസ് വേണം ഇത് ഉണ്ടാക്കാൻ. ബട്ട് ടപ്പിയോക്ക സ്റ്റാർച്ച് എവിടെയും കിട്ടാനില്ലായിരുന്നു. ഞാൻ ഒരുപാട് സ്റ്റോഴ്സിൽ അന്വേഷിച്ചു, ഞാൻ ആമസോണിൽ നോക്കി, അവിടെ ഒന്നും ടപ്പിയോക്ക സ്റ്റാർച്ച് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്നാൽ ടപ്പിയോക്ക പേൾസ്, അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോബ നമുക്ക് വാങ്ങാം, എന്നിട്ട് അതിനെ കുക്ക് ചെയ്ത് ബബിൾ ടീ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തു. ഞാൻ ടപ്പിയോക്ക പേൾസ് സെർച്ച് ചെയ്തപ്പോൾ വന്ന റിസൾട്ട്സ് എല്ലാം സാഗോ അല്ലെങ്കിൽ സാബുദാന എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ടപ്പിയോക്ക പേൾസ് ഉണ്ട്, ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വൈറ്റ് ടപ്പിയോക്ക പേൾസ് ആയിരിക്കും ഈ സാഗോ പറയുന്നത്. അപ്പോൾ ഞാനിത് ആമസോണിൽ ഓർഡർ ചെയ്തു. പക്ഷെ ഇത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പായസത്തിലൊക്കെ ഇടുന്ന ചവരിയായിരുന്നു. പിന്നെ ഞാൻ പോയി വീണ്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ചവരി ഇട്ടും നമ്മൾ ബബിൾ ടീ ഉണ്ടാക്കും. പക്ഷെ ഇത് ബോബ ടീ അല്ല, ബട്ട് എ ടൈപ്പ് ഓഫ് എ ബബിൾ ടീ. അപ്പോൾ നമുക്ക് ചവരി ഇട്ടും ബബിൾ ടീ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ അത് അത്ര സക്സസ് അല്ലായിരുന്നു. ആസ് എൻ നമ്മുടെ ബോബ ചവരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാക്കിയ ഡ്രിങ്ക് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇറ്റ് കെയിം ഔട്ട് വെൽ. ഞാൻ ടീ അല്ല യൂസ് ചെയ്തേക്കുന്നത്, ഞാൻ കോഫിയാണ് ഇട്ടത്, കോൾഡ് കോഫിയാണ് ഇട്ടത്. ആൻഡ് അത് നല്ലതായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ടീ അതിനകത്ത് ഇടാം. സോ ഇഫ് യു വാണ്ട് ടു നോ ഹൗ ടു മേക്ക് ഇറ്റ് ദെൻ പ്ലീസ് കീപ് ഓൺ വാച്ചിങ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ചവരി ഓർ സേഗോ, വാട്ട് എവർ യു കോൾ ദം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇത് ലോക്കലി എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിരിക്കും. ഇനി ഒരു ബോൾ എടുക്കുക ആൻഡ് നിങ്ങൾക്ക് വേണ്ട അത്ര ചവരി ആ ബോളിലേക്ക് ഇടുക. ഇപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഡ്രിങ്ക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസിന് ഇട്ടാൽ മതി. ഇതിനങ്ങനെ മെഷർമെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഐ ബോൾ ചെയ്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് വെച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇത് കുറച്ച് വലുതാവും, ഒരുപാട് സൈസ് വ്യത്യാസം വരില്ല, ബട്ട് കുറച്ച് പഫ്ഡ് ആവും. ഇനി ഒരു മിൽക്ക് പോട്ട് എടുക്കണം ആൻഡ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആൻഡ് നമ്മൾ ഓവർനൈറ്റ് വെച്ച ചവരി അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുന്ന ടൈമിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു ലിഡിട്ട് അടയ്ക്കുക ആൻഡ് ഇടയ്ക്കിടയ്ക്ക് തുറന്നിതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ സേഗോ അല്ലെങ്കിൽ ചവരി ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റേറ്റിലെത്തുന്ന വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് കാണാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് കുക്കായി കഴിയുമ്പോൾ നിങ്ങളൊരു ഐസ് ബാത്ത് ഉണ്ടാക്കുക ആൻഡ് ഇത് ഉടനെ തന്നെ ആ ഐസ് ബാത്തിലേക്ക് ഇടാൻ ഒരു 5 മിനിറ്റ്സിലേക്ക് വെച്ചേക്കുക. അപ്പോൾ ഫർദർ കുക്കിംഗ് അവിടെ സ്റ്റോപ്പ് ആവും ആൻഡ് നമ്മുടെ സേഗോ കുറച്ചും കൂടെ ചൂയി ആവും. അതാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു പാൻ എടുക്കുക ആൻഡ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ടൊരു 5 to 6 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ അതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ഈ ബ്രൗൺ ഷുഗറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനും മെഷർമെൻ്റ് ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഐബോൾ ചെയ്താൽ മതി. ഈ ഒരു സ്റ്റേറ്റ് എത്തുന്നവരെ നിങ്ങളിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ സേഗോ അല്ലെങ്കിൽ ചവരി ഇതിലേക്ക് ആഡ് ചെയ്യുക ആൻഡ് വീണ്ടും കുക്ക് ചെയ്യുക. അതിലെ വെള്ളമൊക്കെ പോയിട്ട് ഇതുപോലത്തെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന വരെ നിങ്ങൾ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മിനിമം 1 hour വെച്ചേക്കണം, എന്നാലേ നമ്മുടെ ബ്രൗൺ ഷുഗർ സേഗോയിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഓൾസോ നമുക്ക് 10 mm സ്ട്രോ വേണം. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇനി നമുക്കിതെല്ലാം അസംബിൾ ചെയ്യാം. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക ആൻഡ് അതിലെ ബേസ് ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചവരി അല്ലെങ്കിൽ സേഗോ ഇടുക. പിന്നെ അതിലേക്കൊരു 3 to 4 ഐസ് ക്യൂബ്സ് ഇടുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട. ഇനി നമ്മൾ ഉണ്ടാക്കിയ ടീ അതിലേക്ക് ഒഴിക്കുക. ഞാൻ കോഫി അവിടെ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ടീ അല്ലെങ്കിൽ കോഫി ഉപയോഗിക്കാം. ആൻഡ് ഫൈനലി അതിലേക്ക് ചിൽഡ് മിൽക്ക് ഒഴിക്കുക. ഇനി നമ്മുടെ സ്ട്രോ യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴേ നമ്മുടെ ബബിൾ ടീ ഈവൻ ആവുള്ളൂ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ബബിൾ ടീ, ചവരി വെച്ചുള്ള ബബിൾ ടീ. If you guys like our video, then please like, comment and subscribe. Also നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ please comment down below. I'll try to do it for you guys.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.